ഞാനിവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിലായിരുന്നു ഫുഡ് അവർ തയ്യാറാക്കിയത്. മരുസ്കാരം കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇറങ്ങുന്നത്. മരുസ്കാരം കഴിഞ്ഞിട്ട് ആ ഡോക്ടറുടെ 2 ആൺകുട്ടികൾ വരുന്നുണ്ട് പള്ളിയിൽ നിന്ന്. അവർ തൊപ്പി വെച്ചിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചിട്ടുണ്ട്, നല്ല മാന്യമായ പാൻറ്റുണ്ട്. ആ പാൻറ്റിന് കുറേ വാലും നൂലും ആലിന് വയറിറങ്ങിയതുപോലുള്ള സാധനങ്ങളൊന്നുമില്ല. ഈ പാൻറ്റിന് പലയിടങ്ങളിൽ വലിയ വലിയ പോക്കറ്റുകളൊന്നുമില്ല. ആ പാൻറ്റ് പൂച്ച കടിച്ചിട്ടും കീറിപ്പോയിട്ടുമില്ല. നല്ല മാന്യമായ പാൻറ്റും നല്ല ഫുൾ കൈ ഷർട്ടും തൊപ്പിയിട്ടിട്ട് ആ കുട്ടികൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം ഉന്നതനായ ഒരു ഗവൺമെന്റ് ഡോക്ടറാണ്. പറയാതെ വയ്യ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു 3.5-4 വയസ്സ് കഷ്ടിച്ചുള്ള ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി പണ്ടൊക്കെ നമ്മൾ ധരിച്ചിരുന്നത് പോലെ ഇങ്ങനെയുള്ള മുഖമക്കന ഇതുവരെ അടിച്ചിരിക്കണം. ഇവിടെ പിന്നുത്തിക്കല്ല, ഇതുവരെ അടിച്ച മുഖമക്കനയാണ് ഇട്ടത്. ഫുൾ കൈ ഷർട്ടാണ് ഇട്ടത്. ആ പെൺകുട്ടി പണ്ടൊക്കെ കുട്ടികൾ ഇട്ടിരുന്ന പോലെ ആ വട്ടത്തിലുള്ള പാവാട, അമ്മച്ചി കുട്ടിയുടെ ഒരു ചിത്രം ഉണ്ടല്ലോ, ആ വട്ടത്തിലുള്ള പാവാട ധരിച്ചിട്ടുണ്ട്. കഷ്ടിച്ച് 4 വയസ്സാവും. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വരുമ്പോ ഇന്ന് മൊലിയൊരു ചോറിനൊക്കെ വന്നപ്പോ ധരിച്ചതാണോ എന്ന് ഞാൻ മുട്ടിയിട്ട് ചോദിച്ചു. അതേ അങ്ങനെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കണത്? എല്ലാവരുടെ സ്ഥിരം വേഷം അതാണെന്ന് പറഞ്ഞു. വലിയൊരു ഗവൺമെന്റ് ആശുപത്രിയിലെ സീനിയർ ഡോക്ടറാകുന്ന അദ്ദേഹത്തിന് ദീനിനോട് ഇങ്ങനെ പ്രതിപത്തി കാണിക്കാൻ പറ്റുമെങ്കിൽ, അദ്ദേഹത്തിന്റെ മക്കൾ വളരണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് പഠിച്ച ഇൽമു കൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കൈയില്ലാത്ത കുപ്പായവും കീറിപ്പറഞ്ഞ ടൗസറും നമ്മുടെ പെങ്ങളെ നടത്താൻ എങ്ങനെ നമുക്ക് സാധിക്കുക? എങ്ങനെ നമുക്ക് സാധിക്കുക? ഈ കുട്ടിയെ പിന്നെ അതിൽ നിന്ന് മാറ്റാനൊന്നും കഴിയില്ല. അതാണ് പ്രശ്നം.